തുടർച്ചയായി മൂന്നാം തവണയും ഭരണം LDFന് ലഭിക്കുകയാണ് എങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി വിജയൻ എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരമല്ലേ? അദ്ദേഹമല്ലാതെ മറ്റൊരു പേര് നൽകാൻ എന്തുകൊണ്ട് 10 വർഷം ഭരിച്ച പാർട്ടിക്ക് സാധിച്ചിട്ടില്ല? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഭരണ തുടർച്ച എന്ന വിസ്മയം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ഊഴത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റാര് എന്ന് തന്നെയാണ് ആ ചോദ്യം. ഒരു കാലത്ത് കരുത്തരായ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ അണിനിരന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് അധികാരം ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുമോ എന്ന സംശയം പാർട്ടിക്കുള്ളിലും പുറത്തും ശക്തമാണ്. കേരളം മൂന്നാം തവണയും LDFന് അനുകൂലമാവുകയാണ് എങ്കിൽ പിണറായി വിജയൻ എന്ന ഏക ബിംബത്തിനപ്പുറം മറ്റൊരു മുഖ്യമന്ത്രി ചിത്രം അണികൾക്കിടയിലോ പൊതുസമൂഹത്തിനോ ചിന്തിക്കാൻ കഴിയാത്ത വിധം പാർട്ടി ഘടന മാറിയിരിക്കുകയാണ് നിലവിൽ. CPMന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ EMS നമ്പൂതിരിപ്പാട് മുതൽ EK നായനാർ വരെയുള്ള കാലഘട്ടത്തിൽ പാർട്ടിയിൽ ഒന്നിലധികം കരുത്തരായ നേതാക്കൾ ഒരേ സമയം സജീവമായി നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ ജനകീയ മുഖമായിരുന്നവരിൽ പലരും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ അപ്രസക്തരാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഭരണത്തിലും പാർട്ടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ കേന്ദ്രത്തിലേക്ക് എല്ലാ തീരുമാനങ്ങളും വന്നു ചേരുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇത് പാർട്ടിയിലെ ജനാധിപത്യപരമായ സംവാദങ്ങളെയും വിയോജിപ്പുകളെയും ഇല്ലാതാക്കി കഴിഞ്ഞു. കേവലം സ്തുതി പാഠകർ മാത്രമുള്ള ഒരു സംഘമായി പാർട്ടിയെ മാറ്റുന്നുണ്ടോ എന്ന സംശയം വളരെ പ്രസക്തമാണ്. ഈ വിപ്ലവ പ്രസ്ഥാനം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയാണ് എന്നത് ആ പ്രസ്ഥാനത്തിന്റെ തന്നെ തകർച്ചയുടെ തുടക്കമാണ്. പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ നിർണായകമാകാറുണ്ട് എങ്കിലും അദ്ദേഹത്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാത്തത് പാർട്ടിയുടെ രണ്ടാം നിരയുടെ കടുത്ത പരാജയം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ കെൽപ്പുള്ള നേതാക്കൾ ഇല്ലാത്ത അവസ്ഥ ഭരണത്തിൽ ഏകാധിപത്യ പ്രവണതകൾ വളർത്താൻ കാരണമായേക്കാം. പാർട്ടി എന്നാൽ അണികളും നയങ്ങളുമാണ് എന്ന തത്വം മാറി പാർട്ടി എന്നാൽ ഒരു വ്യക്തിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യില്ല എന്നതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും LDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നത് ഒരു അനിവാര്യതയായി ചിത്രീകരിക്കപ്പെടുന്നത് പാർട്ടിക്കുള്ളിലെ ശൂന്യതയാണ് തുറന്നു കാണിക്കുന്നത്. അതായത് വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്ന VS അച്യുതാനന്ദനെ പോലുള്ള കരുത്തരായ നേതാക്കളുടെ അഭാവം ഇന്ന് പ്രകടമാണ്. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നത് തടയാനും പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കാനും കഴിഞ്ഞില്ല എങ്കിൽ വരാനിരിക്കുന്ന കാലം CPMന് വലിയ വെല്ലുവിളി തന്നെയാണ്. ജനാധിപത്യപരമായ നേതൃമാറ്റങ്ങളും സംവാദങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരു കേഡർ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തരായിരുന്ന കൂട്ടായ നേതൃത്വം എന്ന സങ്കല്പം വഴിമാറി ക്യാപ്റ്റൻ എന്ന ഏക ബിംബത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് CPMന്റെ ആഭ്യന്തര ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട വിഷയമാണ്. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ സാമ്പത്തിക വിദഗ്ധനായ നേതാവോ MA ബേബിയെ പോലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരോ ആയ പ്രഗത്ഭർ ഇന്ന് പാർട്ടിയിലെ നയരൂപീകരണങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നത് സംശയകരമാണ്. സമ്മതിക്കുന്നവർക്കും വിയോജിക്കുന്നവർക്കും ഒരുപോലെ ബോധ്യമുള്ള കാര്യമാണ് പിണറായി വിജയൻ എന്ന നേതാവിന്റെ അപ്രമാദിത്വം. എന്നാൽ ബുദ്ധിജീവി പരിവേഷമുള്ള നേതാക്കളെ പാർലമെന്ററി രംഗത്തു നിന്നും നിർണായക തീരുമാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി അവരെ കേവലം ഉപദേശകരോ സൈദ്ധാന്തികരോ ആക്കി ഒതുക്കുന്നത് പാർട്ടിയുടെ രണ്ടാം നിരയെ ശൂന്യമാക്കുകയാണ്. പണ്ട് EK നായനാരും VS അച്യുതാനന്ദനും MV രാഘവനും ചർച്ചകളിലും സംവാദങ്ങളിലും സജീവമായിരുന്ന കാലത്ത് പാർട്ടിക്കൊരു ബഹുസ്വരത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരമൊരു ചിത്രം സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒന്നുകിൽ നിശബ്ദരാക്കപ്പെടുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ശരിവെക്കുന്ന സ്തുതി പാഠകരായി മാറുന്നു എന്ന വിമർശനം അണികൾക്കിടയിൽ പോലും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥ വരുന്നത് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അധികാരം ഒരു കേന്ദ്രത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നത് ഭരണത്തിൽ സുതാര്യത കുറയ്ക്കാനും തിരുത്തൽ ശക്തികളെ ഇല്ലാതാക്കാനും കാരണമാകും. ഈ വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ തനിമയ്ക്ക് ചേർന്നതാണോ എന്ന ഗൗരവകരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിക്കുള്ളിലെ ഈ പ്രശ്നം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം.